ഓം നമ ശിവായ. ശിവമാർഗം. ഇന്നത്തെ യാത്ര ശ്രീ തൃപ്പങ്ങോട് ശിവക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിന്റെ തനതു വാസ്തുവിദ്യയും പുരാതന ഐതിഹ്യങ്ങളും ഒത്തുചേർന്ന ഒരു പുണ്യഭൂമി. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ പ്രശാന്തമായ തൃപ്രങ്ങോട്ട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം ഭക്തരുടെ ആശ്രയവും വിശ്വാസത്തിന്റെ പ്രതീകവുമാണ്. കാലസംഹാരമൂർത്തിയുടെ അനുഗ്രഹം തേടി വിശ്വാസികൾ ഒഴുകിയെത്തുന്ന പുണ്യസങ്കേതം. മലബാർ ദേവസ്വത്തിന്റെ കീഴിൽ വരുന്ന ഈ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പടിഞ്ഞാറോട്ട് ദർശനമായി കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലാണ്. ചെമ്പുമേഞ്ഞ ഇരുനില ശ്രീകോവിലിന്റെ മുകളിൽ ശോഭയോടെ നിൽക്കുന്ന 3 സ്വർണ്ണ താഴികക്കുടങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിന് പിന്നിൽ മാർക്കാണ്ഡേയ പുരാണത്തിലെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. മൃഗണ്ടു മഹർഷിക്കും പത്നി മദ്രുവതിക്കും ജനിച്ച മാർക്കാണ്ഡേയൻ 16 വയസ്സുവരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. തന്റെ ആയുസ് അവസാനിക്കുന്ന ദിവസം കാലൻ പുറകെ വരുന്നതറിഞ്ഞ് മാർക്കാണ്ഡേയൻ തിരുനാവായ ക്ഷേത്രത്തിൽ അഭയം തേടി. നാവാമുകുന്ദന്റെ നിർദ്ദേശപ്രകാരം 12 കല്ലുകളുമായി അത് പുറകോട്ടെറിഞ്ഞ് തൃപ്രങ്ങോട്ടേക്ക് ഓടി. വഴിയിൽ ഒരു കൂറ്റൻ പെരാൽ മരം നടുകെ പിളർന്ന് വഴിയൊരുക്കി. ഒടുവിൽ തൃപ്പങ്ങോട്ടെത്തി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ശരണം പ്രാപിച്ച മാർക്കാണ്ഡേയനെ തേടിയെത്തിയ കാലനെ പരമശിവൻ തന്റെ ശൂലം കൊണ്ട് നിഗ്രഹിച്ച് മാർക്കാണ്ഡേയന് നിത്യമായ 16 വയസ്സ് നൽകി അനുഗ്രഹിച്ചു. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇവിടെ പല അടയാളങ്ങളും കാണാം. അതിലൊന്നാണ് ശൂലം കഴുകിയ കുളം. ഇവിടെ ശംഖാഭിഷേകം വളരെ പ്രധാനമാണ്. ക്ഷേത്രകുളത്തിൽ നിന്ന് എടുക്കുന്ന ജലം വലംപിരി ശംഖിൽ തന്ത്രി തന്നെ ശംഖാഭിഷേകം നിത്യവും നിർവഹിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രധാന ദേവനെ കൂടാതെ നിരവധി ഉപദേവതകളും കുടികൊള്ളുന്നു. ഭഗവാന്റെ വാമഭാഗത്തിരിക്കുന്ന പാർവതി ദേവി, ഗണപതി, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, അയ്യപ്പൻ, ഗോശാലകൃഷ്ണൻ, വേട്ടയ്ക്കൊരു മകൻ, ഭദ്രകാളി, ബ്രഹ്മരക്ഷസ്, കൂടാതെ സവിശേഷമായ ഒരു കരിങ്കൽ ശില്പത്തിൽ അപസ്മാരയക്ഷൻ. ഹൈന്ദവ ദർശനമനുസരിച്ച് അജ്ഞതയുടെയും അഹംഭാവത്തിന്റെയും പ്രതീകമായ അപസ്മാര പുരുഷൻ നടരാജ രൂപത്തിൽ ഭഗവാൻ തന്റെ പാദത്തിനടിയിൽ ചവിട്ടി മരിക്കുന്നത് ഈ അജ്ഞതയെയാണ്. നാഡീസംബന്ധമായ രോഗങ്ങൾക്കും അറിവില്ലായ്മ മാറി വിദ്യാലാഭമുണ്ടാക്കുന്നതിനുമായി നിരവധി ഭക്തർ ഈ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ എത്തുന്നു. ധനുമാസത്തിലെ തിരുവാതിര, ആറാട്ട് 8 ദിവസത്തെ ഉത്സവം, ശിവരാത്രി എന്നിവ ആഘോഷിക്കുന്നു. ശംഭോ മഹാദേവ.